നമസ്കാരം. ബിജു ചെറിയാൻ മൺലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. നമ്മൾ ആമുഖ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, അതായത് സെയിൽസ് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യ ചാപ്റ്റർ എന്ന നിലയിൽ, അതായത് പ്രകൃതിയുടെ നിയമങ്ങൾ എപ്രകാരമാണ് നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് ആദ്യമായി പഠിക്കാൻ പോകുന്നത് പ്രപഞ്ചവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ്. അതിലെ ആദ്യ നിയമം അല്ലെങ്കിൽ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്നുള്ളത്, ദൈവിക ഏകത്വത്തിന്റെ നിയമം. ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ്. ഇത് എന്താണ്, ഇത് എപ്രകാരമാണ് സെയിൽസിലും ബിസിനസ്സിലും ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. പ്രപഞ്ചത്തിലെ 12 നിയമങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ നിയമമാണ് ഞാൻ ഈ പറഞ്ഞ ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവകകളും ഒരു തരംഗമാണെന്നും അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകളുടെയും ചലനം അല്ലെങ്കിൽ അതിന്റെ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോന്നിന്റെയും പ്രവർത്തനം വ്യത്യസ്തമാണെങ്കിൽ പോലും അത് പരസ്പരമുള്ള പ്രവർത്തനത്തിനെ സ്വാധീനിക്കാൻ ശക്തിയുണ്ടെന്നാണ് ഈ ഒരു നിയമം മൂലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു നിയമം എപ്രകാരം നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും ഉപയോഗിക്കാം എന്ന് നമുക്ക് തുടർന്ന് പഠിക്കാം. ആദ്യമായിട്ട് കസ്റ്റമർ സെന്റേർഡ് അപ്രോച്ച്. ഈ ഒരു നിയമത്തിന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ ഓൾ ഈസ് കണക്റ്റഡ്, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്ഥാപനം കൊടുക്കുന്ന ഓഫറുകൾ ഉപഭോക്താവിന്റെ ആവശ്യങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കണം. അതായത് പരസ്പരം രണ്ടു കൂട്ടർക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ. നമ്മുടെ പ്രോഡക്ട്സ് ആണെങ്കിലും നമ്മുടെ പെരുമാറ്റ രീതി ആണെങ്കിലും അത് ബിസിനസ്സുകാരനെ അല്ലെങ്കിൽ സെയിൽസ്മാനെയും അതോടൊപ്പം തന്നെ ഉപഭോക്താവിനും ഒരുപോലെ പ്രയോജനപ്പെടുകയും അത് രണ്ടു കൂട്ടർക്കും പരസ്പര പൂരകമായി പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. ഇതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. എല്ലാവരും എല്ലാ വസ്തുവകളും വിഭിന്നമാണ്, വ്യത്യസ്തമാണ്, എന്നാൽ അവ ഒന്നാണ്. ഈ ഒരു തത്വത്തെയാണ് ഇത് പിന്തുടരുന്നത്. കൂടുതൽ വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ക്ലയന്റുകള്, അയാൾ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികള്, ഇവരുടെ എല്ലാം ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ബിസിനസിനെ കൂടുതൽ വളരുവാനായിട്ട് സഹായിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാത്തിനെയും ഒന്നായി നമുക്ക് കാണുവാനും ഒന്നിച്ചു നമുക്ക് പ്രവർത്തിപ്പിക്കുവാനായിട്ടുള്ള ആഹ്വാനം കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ബിസിനസ്സിൽ അത് വളർച്ചയ്ക്ക് സഹായകരമാകും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടീം കൊളാബറേഷൻ ആണ്. അതായത് ഒരു സെയിൽസ്മാനും ഒരു കൂട്ടം സെയിൽസ്മാൻമാര് ഒരു സ്ഥാപനത്തിൽ അത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒന്നിച്ചു പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ടീമിന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് വളരെയധികം മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്നതാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്. അതായത് വിപണിയിലെ മാറ്റങ്ങൾ. ഈ വിപണിയിലെ മാറ്റങ്ങൾ എപ്രകാരമാണ് നമ്മുടെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ്മാൻഷിപ്പിനെ അല്ലെങ്കിൽ കച്ചവടത്തെ എങ്ങനെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യവസായിക പ്രവണതകൾ, ഉപഭോക്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഉപഭോക്താവിന്റെ പർച്ചേസിംഗിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, കാലഘട്ടം അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ വിപണനവും ആ മേഖലയിൽ മാറ്റം വരുത്തി വിജയിക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ടിപ്പുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും നമസ്കാരം.